ഈ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും മോശകരമായിട്ടുള്ള, ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഞാൻ യാത്രയിലായിരുന്നു. ഒമാനിലെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് ഖത്തറിൽ എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ആദ്യമായിട്ടാണ് പൊതുസമൂഹത്തിന് മുൻപിൽ പങ്കുവെക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണം അത് മീഡിയകളോടോ ജനങ്ങളോടോ തുറന്നു പറയാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഖത്തറിൽ ഒരു പൊതുപരിപാടിയിൽ അവിടെയുള്ള ഒരു വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എത്തിച്ചേരുന്നത്. ആ പരിപാടിയുടെ ഭാഗമായിട്ട് അതിന്റെ പരസ്യം എന്നോണം എന്റെ ഒരു ചെറിയ പ്രസംഗം ഉൾപ്പെടുത്തുകയുണ്ടായി. ആ പ്രസംഗം യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന എന്റെ വളരെ സെക്കൻഡുകൾ നിറഞ്ഞ പ്രസംഗം അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം അവര് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയുടെ അന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കേണ്ട പരിപാടിയുടെ അന്ന് 5 മണിക്ക് സംഘാടകർ എന്നെ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസി അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന്. ഞാൻ ചോദിച്ചു, കാരണം എന്താണ്? വ്യക്തമായിട്ട് നിങ്ങൾ പറയണം. ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ICC ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഗവൺമെന്റിന് വിരുദ്ധമായി, ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി അവിടെ നടക്കുന്ന പരിപാടിയിൽ ഫാത്തിമ തഹലിയ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഉദാഹരണമായിട്ട് ഏക സിവിൽ കോഡിന്റെ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എംബസിയിൽ നിന്നും KMCCയുടെ ആളുകൾക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുകയും എന്നെ ആ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ് ഉണ്ടായത്. ഇവിടെ ICCയുടെ ഹാളിൽ നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ലാതെ മറ്റൊരു വഴി എന്റെ മുൻപിൽ ഉണ്ടായിട്ടില്ല. അത്രയും ദൂരം സഞ്ചരിച്ച് ഒരു വനിതാ വിങ്ങിന്റെ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കേണ്ട, അവിടെയുള്ള ആളുകളോട് രാഷ്ട്രീയം സംസാരിക്കേണ്ട എന്റെ അവകാശം വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിൽ